എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ കഴിഞ്ഞും കൂടുതൽ ഇഷ്ടവും വിശ്വാസമൊക്കെ മറ്റൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങളുടെ പങ്കാളിക്ക് ഒരു അഭിഹിത ബന്ധം, ഇനിയിപ്പോൾ ശരീര ബന്ധം ഒന്നും ഇല്ലെങ്കിൽ പോലും ആ വ്യക്തിയെ നിങ്ങളെ കഴിഞ്ഞുപരി സ്ട്രെസ് ചെയ്യുക, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു, അവരിൽ അഡിക്റ്റഡ് ആണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുക? പലർക്കും എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സാഹചര്യമാണ്. ഇങ്ങനൊരു ബന്ധം പങ്കാളിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളുണ്ട്. അത് അറിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് വളരെ കൃത്യമായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ വഞ്ചിക്കുമ്പോൾ 1% പോലും വിഷമം ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അവർ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവർക്ക് വിഷമം ഉണ്ടാകുന്നതും, അല്ലെങ്കിൽ ഇതൊരു തെറ്റാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നതും പ്രകടനങ്ങളും അഭിനയങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി ഒന്നും അറിയാതെ തന്നെ പോയിട്ട് അവർ ചാടുന്നു എന്നുള്ളതല്ല. അവർക്ക് ഇത് ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ പങ്കാളികളുള്ള ചതി എന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ബോധപൂർവം സെലക്ട് ചെയ്യുന്നതാണ് ഈ അവിഹിത ബന്ധം എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ശാരീരിക ബന്ധം ഒന്നുമില്ലെങ്കിൽ പോലും അവിടെ നിങ്ങളോടുള്ള പൂർണ്ണമായിട്ടുള്ള അവിശ്വസ്തത, വഞ്ചന എന്നുള്ള തന്നെയാണ്. നിങ്ങളെ കഴിഞ്ഞും വേറൊരു വ്യക്തിയെ അവർ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അഡിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേലെ മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും ഒരു ചതി തന്നെയാണ്. അതിൽ ഏറ്റവും കൂടി ഫോമിലേക്ക് പോകുമ്പോഴാണ് അവർ ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നത്. തുടക്കക്കാരിൽ പോലും അതൊരു വഞ്ചന തന്നെയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ്, അതിനൊരു പ്രോസസ്സാണ്. അത് ഒറ്റയടിക്ക് തോന്നുന്ന ഒരു സംഭവമല്ല, ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്ന സംഭവമല്ല. ഇതിനൊക്കെ ഒരു തുടക്കമുണ്ടാകും. അത് ഗ്രേജ്വലി വളർന്നാണ് ഇങ്ങനെ ആയിത്തീരുന്നത്. അത് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് എനിക്കൊരു ചാൻസ് കൂടി തരണം എന്നൊക്കെ അവർ പറയുന്നത്. എല്ലാവർക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ചാൻസ് കൂടെ കിട്ടും എന്നൊരു വ്യാമോഹം എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ പിടിക്കുന്നിടം വരെ പോട്ടെ, പിടിച്ചു കഴിയുമ്പോൾ അപ്പോൾ ആലോചിക്കാം, ചിലപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കാനുള്ള ഒരു ചാൻസ് കൂടി ഉണ്ട്, എനിക്കൊരു അവസരം കൂടി തരാതിരിക്കത്തില്ല എന്നുള്ളൊരു അറിവോടുകൂടെ തന്നെയാണ് പലരും ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ചാടുന്നത്. പിടിച്ചു കഴിയുമ്പോൾ തന്നെ അവർ ഇതുപോലെ തന്നെ അഭിനയിക്കുക തന്നെ ചെയ്യും. ഞാനത് ഓർത്തില്ല, പ്രത്യേക സാഹചര്യം കൊണ്ട് തന്നെ പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്ക്, നീ ഒരു ചാൻസ് താ എന്നൊക്കെ ആണായാലും പെണ്ണായാലും കരഞ്ഞു പറയുകയും നമ്മളൊരു ചാൻസ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അറിയാതെ പറ്റിയ ഒരു മിസ്റ്റേക്ക് അല്ല, അവർ ബോധപൂർവം നടത്തിയ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ പിടിക്കപ്പെടുന്നത് വരെ അവർക്ക് യാതൊരു വിഷമോ അതിൽ കൂടെ ഒരു വിഷമം ഉണ്ടാകുന്നില്ല. അവർ നിങ്ങളെ വഞ്ചിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വിഷമം പോലും അവർക്കും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവർ വലിയ വെപ്രാളം, വിഷമമൊക്കെ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മുകളിൽ നിങ്ങളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ സംതൃപ്തിയല്ല എന്നുള്ളൊരു കാരണമാണ്. നിങ്ങളെ ആ വ്യക്തി മടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളായിട്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങളായിട്ടുള്ള റിയാലിറ്റിയുള്ള സ്നേഹമില്ല, അല്ലെങ്കിൽ നിങ്ങളോട് റിയാലിറ്റിയുള്ള ആത്മാർത്ഥതയോ കമ്മിറ്റ്മെൻറ്റോ ഒന്നുമില്ല എന്നുള്ളതാണ് ആ പങ്കാളിക്കുള്ളത്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനോ, വേറൊരാളെ പുറകെ പോകാനോ, നിങ്ങളെക്കാളൊരു കൂടുതൽ വേറൊരു വ്യക്തിയെ പ്രോസസ്സ് ആവാനോ പറ്റത്തില്ല എന്നുള്ളതാണ്. ഭർത്താവിനെ, അല്ലെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ഒക്കെയാണ് അവൻ്റെ ഭാര്യ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിലും അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും ബെസ്റ്റ് എന്നുള്ളതൊക്കെ അവളുടെ ഭർത്താവായിരിക്കണം. അപ്പം ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പൊസഷൻ, ബെസ്റ്റ് ഫ്രണ്ട് വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ടെന്നെങ്കിൽ അപ്പം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയിൽ സംതൃപ്തി ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ മടുത്തു, അല്ലെങ്കിൽ അവരെ കഴിഞ്ഞ് മറ്റുള്ളവരെ പ്രിയപ്പെട്ടതായി തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു അവിഹിത ബന്ധം കയ്യോടെ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ അവരെ ഇങ്ങനെ കുറേ കെഞ്ചി പറയുന്നതായിട്ടും, അല്ലെങ്കിൽ ആ ബന്ധത്തിൽ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നാളെയും അവർ ഇത് തന്നെ തുടരാനായിട്ട് സാധിക്കും. കാരണം അവർ നമ്മൾ തൃപ്തരല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതിൽ അവർക്കൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് അല്ലെങ്കിൽ ധൈര്യത്തോടെ വഞ്ചിക്കുക എന്നുള്ളത്, ചിലർ ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് 1, 2, 3 പ്രാവശ്യമൊക്കെ ചീറ്റ് കഴിഞ്ഞാൽ അവരൊക്കെ ശ്രമിച്ചു കൂടെ നിൽക്കും. ഭർത്താവ് നന്നാവും ഒരു ചാൻസും കൂടെ അവർക്ക് കൊടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞാണ് അവർ കൂടെ നിൽക്കുന്നത്. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് തെറ്റ് ചെയ്തിട്ടും ഭാര്യ അവളെന്നെ ഉപേക്ഷിക്കുന്നില്ല, അവൾക്ക് ഞാൻ ഇല്ലാതെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് മിക്കവരും
കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്രൈം അവർ വീണ്ടും ആ വഞ്ചന അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ അവർ നഷ്ടപ്പെടും. അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ സീരിയസിനായിട്ടൊരു മിസ്റ്റേക്കാണ് ഞാൻ ഈ പറയുന്നത്. ചെറിയ മിസ്റ്റേക്കുകൾ ആർക്കായാലും വരും. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നും പുറത്തും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു വ്യക്തിയോട് അത്രയും മാത്രം കമ്മിറ്റ്മെൻറ്റ് ഇല്ലാതെ ആകുമ്പോഴാണ്, മടുക്കുമ്പോൾ തന്നെയാണ് ഈ രീതിയിൽ നമ്മൾ ചീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് മിസ്റ്റേക്കായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അങ്ങനെ എടുക്കാതെ നമ്മളൊരു സാധാരണ ഒരു രീതിയിൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഗുരുതരമായിട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ളവരെ നമുക്കൊരിക്കലും ചതിക്കാൻ പറ്റില്ല. നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളവരെ നമുക്ക് ഒരിക്കലും ചതിക്കാനും വഞ്ചിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പങ്കാളിക്ക് നമ്മളെ നഷ്ടപ്പെടും എന്നൊരു ഇതുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു തെറ്റിലേക്ക് പോകില്ല. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ ഇനി അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവിഹിതം നടത്തുന്ന പങ്കാളിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരിക്കലും മൈൻഡ് സെറ്റ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും, അവർ മാറില്ല. പക്ഷേ ഇവർ ഈ കള്ളത്തര മറക്കാനായിട്ട് നല്ല രീതിയിൽ പഠിക്കും എന്നുള്ളതാണ്. ആദ്യമൊക്കെ അവർ ചെയ്യുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് അവർ കക്കാൻ അറിയും, പക്ഷെ അവർക്ക് നിൽക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് അവർ പിടിക്കപ്പെടും. പക്ഷേ ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കും ഒരു ചാൻസ് കൂടെ അവർക്ക് കൊടുക്കാം, അപ്പോൾ ഇവർ നല്ല സ്നേഹമാണ്, എൻ്റെ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ വീണ്ടും അവർ ആ പ്രവൃത്തി തുടരുന്നുണ്ടായിരിക്കും. ഇവിടെ അവർ കുറേ കൂടെ എക്സ്പെർട്ടായി അവരുടെ കള്ളത്തരം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം. അതിൽ ഇത് നിർത്തി എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല. ചിലർ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലർ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ തെറ്റിൻ്റെ ആളെ മനസ്സിലാക്കി തിരുത്തിയെന്ന് വരും. പക്ഷേ തിരുത്താൻ ശ്രമിക്കാത്ത ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും കൂടെ ഉള്ളത്. അവർ പിന്നെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആവട്ടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ആവട്ടെ ഇതിനെന്തായാലും പുനരാരംഭിക്കും. അവർ കുറേ കൂടെ എക്സ്പേർട്ടായിട്ടുണ്ടാവും. ഈ കാര്യം മറച്ചു വെക്കാനായിട്ട് അവരെന്തായാലും ശ്രമിക്കും. ചിലർ ചതിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർ ചതിക്കുന്ന ഭാര്യമാരെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ പങ്കാളിയോട് കൂടുതൽ സ്നേഹം കാണിക്കും, ഭയങ്കര കെയറിങ് ആയിരിക്കും. പങ്കാളി പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരു കാര്യം പറയാതെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കും. അവർ കെയർ ചെയ്ത് മാക്സിമം കെയർ ചെയ്ത് രാജ്ഞി അല്ലെങ്കിൽ രാജാവിലെ കൊണ്ടുപോലെ നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും ആ പാർട്ട്ണർ തെറ്റിദ്ധരിക്കുന്നുണ്ടാവില്ല. പക്ഷേ അവർ ഈ ഒരു കെയറിങ് മറയാക്കിയിട്ടായിരിക്കും മറ്റൊരു അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും അവിഹിതം ഒരിക്കൽ ചെയ്യുന്നവർ തുടരാൻ സാധ്യത കൂടുതലുമുണ്ട്. അപ്പോൾ അത് മറക്കാനായിട്ടും കൂടി അവർക്ക് എന്തായാലും പറ്റും. കക്കാൻ പഠിക്കുന്നത് കൂടെ തന്നെ അവർ നിൽക്കാനായിട്ട് അവർ പഠിക്കും. അതിൽ ഇതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് തന്നെയാണ് അവർ തെറ്റ് ആവർത്തിക്കില്ല എന്നവർക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ എന്നിട്ടേ നിങ്ങളൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അപ്പം വീണ്ടും മുന്നോട്ട് തുടർന്നൊരു കാര്യമുണ്ടോ, ഡിവോഴ്സ് വേണം എന്നൊക്കെ നിങ്ങൾ വേഗം ചിന്തിക്കാനായിട്ട് ഈ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് കഴിയും. അഞ്ചാമതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും, അത് അംഗീകരിക്കാനായിട്ട് പറ്റും. അവിഹിതം നടത്തുന്ന പങ്കാളിക്ക് ഒരിക്കലും അവരെപ്പോഴും എല്ലാവർക്കും, നേരത്തെ ഒരു വീഡിയോ പറഞ്ഞതുപോലെ, അവർക്ക് ഡ്രീം പാർട്ട്ണറുണ്ട് അല്ലെങ്കിൽ റിയൽ പാർട്ട്ണറുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാര്യയാകുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവുന്ന പുരുഷനെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു സങ്കല്പം ഉണ്ടാകും. എൻ്റെ ഭാര്യ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഒരു ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഈ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മൾ ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആഗ്രഹിച്ച ഒരു ഗുണവും എൻ്റെ ഭാര്യയ്ക്കില്ല അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനില്ല എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ മൊത്തം നിരാശയാണ്, അവർ തളർന്നു പോവുകയാണ്. ഞാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ അല്ല, പിന്നെ അത് ഡിവോഴ്സൊക്കെ ചെയ്യാനായിട്ട് പോകണ്ടേ, ഇതെല്ലാം മെനക്കേടാണ്, കൃത്യമായി ഡിവോഴ്സ് ഒരു കാര്യമില്ല, അത് ഡിവോഴ്സ് കിട്ടത്തില്ല. അപ്പം അവർ ഇങ്ങനെ ഒരു കാരണത്തിലേക്കാണ് അവിഹിത ബന്ധത്തിലേക്ക് പോയേക്കാം. പക്ഷേ എനിക്കിഷ്ടമുള്ള രീതിക്ക് റീ പാർട്ട്ണറെ കണ്ടെത്തണം. അപ്പം ഒരു വൈഫൈ സോഴ്സിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ പോലെയാണ് അവരിത് പെരുമാറുന്നത്. അതായത് നമ്മൾ മൊബൈൽ ഫോണിൽ വൈഫൈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടെ കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന രീതിയിൽ തന്നെ കിട്ടുന്നത് വരെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ തന്നെ കണക്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ തൻ്റെ ഡ്രീം പാർട്ട്ണറിനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴാണ് ആരെങ്കിലും കിട്ടുന്നത്, അവിടെ ഒരു അവിഹിത ബന്ധം തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പങ്കാളിക്ക് ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഡ്രീം പാർട്ട്ണറെ പോലെ തന്നെ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മളിങ്ങനെ ഉപേക്ഷിക്കുന്നത്.
അപ്പോൾ ഇവരോട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും നമ്മൾക്ക് അവരുടെ റൈറ്റ് പാർട്ട്ണറായിട്ട് കാണാൻ പറ്റത്തില്ല. അവർ പിന്നെ ഈ പരിപാടി തുടരാനായിട്ട് സാധിക്കും. അപ്പം അവിഹിത ബന്ധത്തിനുള്ള പങ്കാളി തൻ്റെ പങ്കാളിക്കുള്ള പാർട്ട്ണർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർക്കൊരു രീതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടുള്ള ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിങ്ങിൽ ഒരു പുല്ല് വിലയും തരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ പാർട്ട്ണറാണ് ഇതുപോലെ തിരിച്ച് അവിഹിതം ചെയ്യുന്നുണ്ടെങ്കിൽ അവരത് ഒട്ടും സഹിക്കത്തുമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചില സിനിമകൾ കാണുന്നില്ല, അവിടെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നായകന് പണ്ട് കാലത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. അയാൾ കല്യാണം കഴിച്ച ഒരു ഭാര്യയുണ്ട്, മക്കളുണ്ട്. ആ ഒരു പണ്ട് പ്രണയിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അപ്പോഴാണ് കാണുന്നത്. അപ്പം അയാൾ വീണ്ടും ആ വ്യക്തിയെ കണ്ട് പ്രണയബന്ധത്തിനെ പുനരാരംഭിക്കുന്നു. അപ്പോൾ അയാളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഭാര്യയെ ചതിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ ഭാര്യ മരിച്ചു പോകുന്നത് പെട്ടെന്നൊരു ദിവസം. അത് കഴിഞ്ഞ് ഇയാൾ ഈ സ്ത്രീയായിട്ട് ഡയറി എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അവക്കും പണ്ട് എപ്പോഴും ഒരാളുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നതും അത് ഇപ്പോഴും അയാളെ കാണാറുണ്ട് എന്നൊരു ഡയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കാണുമ്പോൾ അയാളത് പൊട്ടിത്തെറിക്കുന്നു. അയാൾക്കത് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ വേറൊരാളെ കൂട്ടത്ത് കറങ്ങിക്കൊണ്ട് നടക്കുന്നു, ഇപ്പോഴും പഴയ ബന്ധമുണ്ട് എന്നൊന്നും അയാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെ അയാൾ മനസ്സിൽ കാണുന്നത്. പക്ഷേ നിങ്ങളും പഴയ ഭാര്യയായിട്ട് ബന്ധത്തിലാണല്ലോ, ആ ചേച്ചിക്ക് ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം എന്താണ്, സെയിം ഇതല്ലേ ചെയ്യുന്നതെന്ന്. പക്ഷേ അയാൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ ഭാര്യ അങ്ങേയറ്റം അയാൾ വെറുക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെയാണ് സ്വന്തം കാര്യത്തിൽ അവിഹിതമൊക്കെ ഓക്കെയാണ് പക്ഷേ അവർ ഒരിക്കലും തൻ്റെ പങ്കാളിക്ക് അത് ഫീലിംഗ് അവർ കാണുന്നില്ല. നിങ്ങളുടെ പങ്കാളിയാണ് നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഫീലിംഗ് ആകും. അതുപോലെ തന്നെയാണ് ഫീലിംഗ് അവർക്കുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പാർട്ട്ണർ ചതിക്കുമ്പോൾ ആ പാർട്ട്ണറിന് യാതൊരു വിലയും തരുന്നില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീർച്ചയായിട്ടും വളരെ അവിഹിതത്തിലേക്ക് പോകുന്ന വ്യക്തി എന്തായാലും തീർച്ചയായിട്ടും സ്വാർത്ഥനാണ്, നിങ്ങളെ മണ്ടന്മാരാക്കുന്നത്, നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നു, നിങ്ങളെ മാനിപ്പുലേഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തിയെ തേടുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ മിസ്യൂസ് ചെയ്യുകയാണ്. നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ അയാൾക്ക് എന്തായാലും വേണം, പക്ഷേ നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതല്ല അയാൾക്ക് വേഗമാണ്. ഒപ്പം തന്നെ നിങ്ങളെ തൃപ്തനല്ല, വേറൊരാളെ കണ്ടെത്തുന്നു, അപ്പം നിങ്ങളെ കൂടുതൽ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ള സ്വാർത്ഥതയായിട്ട് കാണിക്കുന്നു എന്നൊക്കെ. നിങ്ങളെല്ലാ കാര്യത്തിനും അയാൾക്ക് വേണം, പക്ഷേ എല്ലാം ക്ലിയറാണ്. പക്ഷേ അതുകൊണ്ട് വീണ്ടും നമ്മൾ ആ വ്യക്തിയെ ഈ തെറ്റ് പുറത്തുകൊണ്ട് അവിടെ കൂടെ ജീവിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കുന്നത് അപ്പോൾ നമ്മളെ തന്നെ അവർ മണ്ടന്മാരാക്കുകയാണ്. അത് നമ്മൾ ശരിവെച്ച് കൊടുക്കുകയാണ്. ആ കുഴപ്പമില്ല, ഇങ്ങനെ ഫൂളാക്കിക്കോളൂ എന്നൊക്കെ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അവർ ഡിവേഴ്സ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ബുദ്ധിപൂർവ്വം വിവേകപൂർവ്വം ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ ശരിയായിട്ട് രീതിയിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ചിലപ്പോൾ നമ്മൾ ക്ഷമിച്ചുകൂടാവുന്ന ചില സാഹചര്യങ്ങളുണ്ടാക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഒരു ചാൻസും കൂടെ കൊടുക്കാം. എന്നാൽ ഇതിൽ ഇൻറ്റൻസിറ്റി കൂടുതലായിട്ട് ആ ചതിയുടെ ആഘാതം കൂടുതലാകുകയാണെങ്കിൽ നമ്മൾ ഇതേക്കുറിച്ചൊന്ന് അളന്ന് നോക്കണം. ഇതിൻ്റെ ആഘാതം കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വ്യക്തി തുടരാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നെ അത് ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടും നമ്മൾ എന്നും ഇങ്ങനെ മണ്ടന്മാരായി തന്നെ കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ സാക്രിഫൈസ് കൊണ്ട് തന്നെ അവർ വീണ്ടും തെറ്റ് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരാളെ കൂടെ വഴക്ക് കൂടാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും പോവാതെ ഡിവേഴ്സ് ചെയ്യേണ്ട കാരണം തന്നെ ധാരാളം കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇനി കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.